ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്ന് കുറച്ച് അടുക്കള ജോലിയും വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമ്മുടെ ഹിന്ദുക്കളിലൊക്കെ ഒരു ആചാരം ഉണ്ടായിരുന്നു. അതായത് കല്യാണത്തിന് മുന്നേ ഇപ്പം പെണ്ണിൻ്റെ ചെറുക്കൻ്റെയും കല്യാണ ആലോചന വരുമ്പോൾ ആദ്യം നോക്കുന്നത് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തമാണ് നോക്കുന്നത്. പെണ്ണിന്റെ ജാതകവും ചെറുക്കന്റെ ജാതകവും വെച്ചിട്ടുള്ള പൊരുത്തമാണ് നോക്കുന്നത്. ഇനിയുള്ള കാലത്ത് നമുക്ക് അതല്ല അത്യാവശ്യം. എൻ്റെ അഭിപ്രായത്തിൽ പെണ്ണിന്റെ ജാതകവും ചെറുക്കന്റെ അമ്മയുടെ ജാതകവും അമ്മായി അമ്മയുടെ ജാതകവും തമ്മിലുള്ള ഒരു പൊരുത്തം നോക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തേക്കുള്ള കാലങ്ങളിൽ ചെറുക്കനും ചെറുക്കന്റെ വീട്ടുകാരും കൂടെ പെണ്ണിനെ കാണാൻ വരുന്ന ഒരു ചടങ്ങും ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നുണ്ട്. പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരെയും ചെറുക്കനെയൊക്കെ കാണാൻ പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറിയിരിക്കുന്നു. അപ്പം കാലം പോകുന്നതിനനുസരിച്ച് ഓരോ രീതികളും ആചാരങ്ങളും ഒക്കെ മാറുന്നു. അതുപോലെ തന്നെയാണ് ചെറുക്കന്റെയും പെണ്ണിന്റെയും ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം നോക്കുന്നത് പോലെ തന്നെ അമ്മായി അമ്മയുടെയും കൂടെ പൊരുത്തം നോക്കിയാൽ ബെറ്റർ ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അമ്മായി അമ്മയും മരുമകളും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭാര്യയും ഭർത്താവും വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ആകുമ്പോൾ മകന് സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയെ കാണാൻ വരാൻ പറ്റാത്തതും പിന്നെ അവരോട് ഒന്ന് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആവുകയും കുടുംബങ്ങൾ തമ്മിൽ അകലുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ നല്ല പൊരുത്തമാണ്, അല്ലെങ്കിൽ അവർ നല്ല ഐക്യതയുണ്ട് എങ്കിൽ ആ വീട് നല്ല രീതിയിൽ പോകും. നല്ല ഐക്യതയായിരിക്കാം, കുടുംബങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുകിൽ അമ്മായിയമ്മ അഡ്ജസ്റ്റ് ആയി വരുന്ന സമയത്ത് മരുമകൾക്കായിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ മരുമകൾ നല്ല അഡ്ജസ്റ്റ് ആയി വരുന്ന സമയത്ത് അമ്മായിയമ്മയ്ക്കായിരിക്കും പ്രശ്നം. അപ്പം എല്ലാവരെയും ഒന്നിച്ച് ഒരു വീട്ടിൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്ന ഒരു അനുഭവമാണ് കേട്ടോ. അവളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ പോയ വീട്ടില് രണ്ട് ആൺമക്കളാണ് അവിടെ ആ വീട്ടില്. അപ്പം മൂത്ത ആളാണ് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അപ്പൊ കല്യാണത്തിന് ആലോചനയൊക്കെ വന്ന സമയത്ത് പൊരുത്തമൊക്കെ നോക്കിയപ്പോൾ നല്ല രീതിയിലുള്ള പൊരുത്തമായിരുന്നു. എത്ര 8 9 ഇങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. ഭയങ്കര രീതിയിലുള്ള പൊരുത്തമൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. കല്യാണം കഴിച്ചു പോയപ്പോൾ അവിടെ പോയപ്പോൾ നല്ല രീതിയിലുള്ള ജീവിതം എന്നൊക്കെ പ്രതീക്ഷിച്ചാണല്ലോ എല്ലാവരും പോകുന്നത്. ഇപ്പൊ പോയത് പോലെ തന്നെ ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ല. ദിവസങ്ങൾ ചെന്ന സമയത്ത് ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, നല്ല സ്നേഹമൊക്കെ തന്നെയായിരുന്നു. പിന്നീട് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അമ്മയായിരുന്നു. അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമല്ല, എന്ത് ചെയ്താലും അതിലെല്ലാം ഒരു കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അവൾ എന്ത് ജോലി ചെയ്താലും അതിൽ ഇപ്പോൾ ഒരു പാത്രം കഴുകിയാൽ, ഒരു പച്ചക്കറി അരിഞ്ഞാൽ, എന്തിങ്ങനെ മുറ്റം തൂക്കം ഇറങ്ങിയാൽ, ഇങ്ങനെ എല്ലാത്തിലും ഒരു പ്രശ്നവും കുറ്റവും ഒക്കെ കാണുന്ന ഒരു അമ്മയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേനും ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡിനെ അത് ഇഷ്ടപ്പെടാതെ വരികയും ഹസ്ബൻഡ് അവരുടെ വീട് മാറുകയും വേറെ ആദ്യം പോയി വാടകയ്ക്ക് എടുത്തു. അങ്ങനെയൊക്കെ താമസിച്ചു. രണ്ടാമത്തെ മകന്റെ കല്യാണം ആയ സമയത്ത് ഇതുപോലെ മകന്റെ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയപ്പം മോൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ കല്യാണം ഇപ്പോൾ ആലോചിക്കണ്ട. അപ്പോൾ എല്ലാവരും ചോദിച്ചു, കാര്യം എന്താണ്, നിനക്ക് മാത്രം കല്യാണം വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാണ്, ആദ്യത്തെ കല്യാണം ചേട്ടന്റെ കല്യാണം ആലോചിച്ചു, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കല്യാണമൊക്കെ നടത്തി. പക്ഷെ ആ കല്യാണം ഇപ്പൊ ഏത് ലെവലായി എന്നാണ് അവന്റെ ചോദ്യം. അത് സത്യമായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി. പക്ഷെ അവൻ വേറൊരു സജഷൻ കൂടെ വെച്ചു, അമ്മയുടെ ജാതകവും കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ജാതകവും തമ്മിൽ നമുക്കൊന്ന് പൊരുത്തം നോക്കിയതിന് ശേഷം വിവാഹം നടത്താമെന്ന ഒരു ഒറ്റ പിടിവാശിയില്ല. അവന് അത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല കേട്ടോ. അവന്റെ കല്യാണം ഇപ്പോഴും നടന്നതുമില്ല. അവനൊരു തമാശക്കായിട്ടായിരിക്കാം പറഞ്ഞത്. ഞാനത് എന്തായാലും സീരിയസ് ആയിട്ട് ചിന്തിച്ച് ആ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. കാരണം ഒന്ന്, അവരുടെ വീട്ടിലെ അനുഭവം. 2, ഒരു പെണ്ണും ചെറുക്കനും ഒരു ആയുഷ്കാലം മുഴുവനും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു വീട്ടിൽ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഈ പൊരുത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എല്ലാവരും നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെറുക്കന്റെ അമ്മയും അച്ഛനും ഒക്കെ ആ വീട്ടിൽ താമസിക്കാനുള്ളത്. പക്ഷെ സാധാരണ അച്ഛന്മാര് യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. പ്രശ്നം കൂടുതലും ഉണ്ടാകുന്നത് അമ്മമാരും മക്കളും തമ്മിലാണ്. അപ്പോൾ ആ ഒരു പൊരുത്തം നോക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നല്ല രീതിയിൽ കുറച്ച് നാളോടെ അവരവിടെ ജീവിക്കുകയും സഹിച്ച് പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപൂർവമായിട്ടേ ഇങ്ങനെ
പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒരനുഭവം ആ വീട്ടിലുണ്ടായത് കൊണ്ടാണ് ഇളയ മകൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അവൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇനി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇത് നല്ലൊരു അഭിപ്രായമാണോ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ എന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയുക. എന്തായാലും നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പോലെ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ ഈ സമ്പ്രദായമൊക്കെ എത്രയും പെട്ടെന്ന് നിലവിൽ വരട്ടെ, അല്ലെങ്കിൽ എല്ലാ കല്യാണ ചെറുക്കന്മാരും ഇത് ഒന്ന് അംഗീകരിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, സാധാരണ പെൺമക്കളുള്ള എല്ലാ അമ്മമാരും ഒരുപക്ഷെ ഇതൊക്കെ ഒന്ന് അംഗീകരിക്കും. ചെറുക്കന്മാർ മാത്രമുള്ള, അതായത് ആൺമക്കൾ മാത്രമുള്ള അമ്മമാർക്ക് ഇത് അംഗീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പെൺമക്കളുള്ള അമ്മമാരെല്ലാവരും ഇത് അംഗീകരിക്കാൻ തയ്യാറാവും. കാരണം തൻ്റെ മക്കള് സേഫായിട്ട് ഒരിടത്ത് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമാണല്ലോ. അവിടുന്ന് അടിച്ചു പിരിഞ്ഞു പോകാൻ അല്ലല്ലോ ആഗ്രഹിച്ചല്ലല്ലോ ഒരു മക്കളെ ഒരു വീട്ടിലേക്ക് നമ്മൾ കെട്ടിച്ചു വിടുന്നത്. അവർ അവരുടെ ജീവിതകാലം മൊത്തം അവിടെയുള്ള കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ആ ഒരു സന്തോഷവും ആ ഒരു ലക്ഷ്യമൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അംഗീകരിക്കട്ടെ ദൈവം. എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.